ഓഫ് ടു ബാങ്കോക്ക്. ഓഫ് ടു തായ്ലൻഡ്, ബാങ്കോക്ക്. അവിടെ നിന്ന് പട്ടായ, പട്ടായയിൽ നിന്ന് വീണ്ടും ബാങ്കോക്ക്. ഓക്കെ, അപ്പോൾ ഒരു 4 days ട്രിപ്പ്, 4 days അല്ല 5 days ട്രിപ്പ്. നമ്മൾ ബാങ്കോക്കിൽ പോവും. ബാങ്കോക്കിൽ നിന്ന് നമ്മൾ നേരെ പട്ടായ, അവിടെ 2 ദിവസം, പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ബാങ്കോക്ക് 2 ദിവസം. അങ്ങനെ നമ്മൾ ട്യൂസ്ഡേ നൈറ്റ് എത്തും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഷാർജയിലേക്ക്. ഷാർജയിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് 2 മണിക്കൂർ, അവിടെ വെളുപ്പിന് 1 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നോക്കാം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ആ വരുന്ന ഷംസുദ്ദീനക്കയുടെ കാറിലാണ് നമ്മൾ അബുദാബിയിൽ നിന്ന് ഷാർജ എയർപോർട്ടിലേക്ക് പോകുന്നത്. ബാഗേജ് വെക്കുന്നതിൻ്റെ തിരക്കിലാണ്. അത്രയധികം ബാഗേജ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ മൊത്തം 3 ഫാമിലീസാണ് ഈ ട്രിപ്പിലുള്ളത്. രാജുവേട്ടൻ, ദിവ്യേച്ചും, അജിത്തേട്ടനും, നിഷേച്ചും, പിന്നെ ഞങ്ങളും. അബുദാബിയിൽ നിന്ന് ഷാർജയിലേക്കുള്ള 2 മണിക്കൂർ സമയം ഞങ്ങൾ പോയതേ അറിഞ്ഞില്ല. ഷംസുദ്ദീനക്കിനെ ഞങ്ങൾ എല്ലാവരും കൂടി കത്തിപ്പിച്ചൊരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി ആയതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല, സഹിച്ചിരുന്നു. എല്ലാവരും ടാറ്റ തരൂ, ഒരു ടാറ്റ തരൂ. വീഡിയോ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഷാർജയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് നമ്പർ G9823 ആയിരുന്നു. ഫ്ലൈറ്റ് ഓൺ ടൈം തന്നെയായിരുന്നു. കറക്റ്റ് വെളുപ്പിന് 1:15 ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഷാർജയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ 6 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം. എല്ലാവരും അപ്പോഴേക്കും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. November 27 ഒരു വ്യാഴാഴ്ച രാത്രിയാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. UAE നാഷണൽ ഹോളിഡേയ്സും അതിന് തൊട്ട് മുൻപുള്ള വീക്കെൻഡും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്തത്. ഇത് മൊത്തം ഒരു 5 days ട്രിപ്പാണ്. 2 ദിവസം പട്ടായ, 2 ദിവസം ബാങ്കോക്ക്, പിന്നെ ലാസ്റ്റ് ഡേ ട്രാവലിംഗ് ബാക്ക്. ഇങ്ങനെ 5 days ആണ് മൊത്തം ഞങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തായ്ലൻഡ് ലോക്കൽ ടൈം ഒരു 10:15 കൂടി ഞങ്ങൾ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് തന്നെ രാജുവേട്ടനും ഞാനും ഓരോ eSIM കണക്ഷൻ എടുത്തിരുന്നു. അജിത് ചേട്ടൻ്റെ കയ്യിൽ എയർടെലിൻ്റെ ഒരു ഇൻ്റർനാഷണൽ റോമിംഗ് കണക്ഷൻ ഉള്ളതുകൊണ്ട് വേറൊരു കണക്ഷൻ്റെ ആവശ്യമുണ്ടായില്ല. രാജുവേട്ടൻ്റെ പേരിലുള്ള പേജും ബോർഡും വെച്ചിട്ട് നമ്മളെയും കാത്ത് എയർപോർട്ടിൽ രാജുവേട്ടൻ്റെ തന്നെ തായ്ലൻഡിലുള്ള ഫ്രണ്ട് അറേഞ്ച് ചെയ്ത ട്രാവൽ ഓപ്പറേറ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത്, നമ്മുടെ എല്ലാവരുടെ ബാഗിലും ഒരേ സ്റ്റിക്കറാണ് എയർപോർട്ടിൽ നിന്ന് അടിച്ചിട്ടുള്ളത്. എല്ലാത്തിലും എൻ്റെ പേരിനോടൊപ്പമുള്ള എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ എന്നാണുള്ളത്. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. ഇവിടെ നിന്ന് ബൈ റോഡ് 2 മണിക്കൂർ ഏകദേശം യാത്രയുണ്ട്. നമ്മുടെ ഐറ്റിനറിയിൽ ആദ്യത്തെ 2 ദിവസങ്ങൾ നമ്മൾ പട്ടായയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ക്ഷീണത്തിൽ ഇനിയുള്ള 2 ദിവസം നമ്മൾ പട്ടേൽ താമസിക്കാൻ പോകുന്നത് ഈ ഹോട്ടലിലാണ്, ദ ബവേറി ഹോട്ടൽ. പട്ടായയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അൽകാസർ ഷോ ആണ്. ഇത് ആക്ച്വലി ഒരു ക്യാബറെ ഷോ ആണ്. ക്യാബറെ എന്ന് പറയുമ്പോൾ ആരുടെയും നെറ്റിച്ചുളുക്കണ്ട, ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലത്തെ ക്യാബറയല്ല. ഇവിടെ പെർഫോം ചെയ്യുന്ന എല്ലാവരും ലേഡി ബോയ്സാണ്.
ഇതിനെ ദ വേൾഡ് ഫേമസ് അൽകാസർ ഷോ എന്നാണ് പറയുന്നത്. ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസിലുള്ള കോർഡിനേഷൻ, ഇതിൻ്റെ സെറ്റ്, ഇതിൻ്റെ കോസ്റ്റ്യൂം, പിന്നെ ഇതിൻ്റെ മേക്കപ്പ്, ഒന്നും പറയേണ്ട ഒരു രക്ഷയില്ല. ഇവിടെ ഷൂട്ടിംഗ് അലൗഡ് അല്ലാത്തത് കാരണം എനിക്കൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഷോ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഹോട്ടലിലേക്ക് തിരിച്ചു പോന്നു. ഇവിടുത്തെ റോഡുകളിൽ ഞങ്ങൾ കണ്ട ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ആരും ഹോൺ അടിക്കുന്നില്ല. അത് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഹോൺ അടിച്ച് ശല്യപ്പെടുത്താറില്ലത്രേ. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള കൺട്രിയിൽ നിന്ന് നോക്കി പഠിക്കണമെന്നുള്ളത്. ഇത് അതുപോലത്തെ ഒരു കാര്യമായി കൂടെ. ഹോട്ടലിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പട്ടായയിലെ ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ദ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടന്നു. പട്ടായ നഗരത്തിലെ നൈറ്റ് ലൈഫ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ഇവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സും അവൈലബിൾ ആണ്. വീറ്റ് ഷോപ്സ്, പബ്സ്, ബാർസ്, സെക്സ് ഷോസ്, സെക്സ് പാർട്ടീസ്, മസാജ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു വൈബാണ്. പക്ഷേ ഈ വൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ഗെയിം കണ്ടത്. 2 പെണ്ണുങ്ങൾ ഒരു കേജിനകത്തിരിക്കുന്നതാണ്. അവരിയ്ക്കുന്നതിൻ്റെ താഴെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ബോൾ എറിഞ്ഞ് അതിലെ പോയിന്റിലേക്ക് കൊള്ളിക്കുകയാണെങ്കിൽ അവർ ആ വെള്ളത്തിലോട്ട് വീഴും. അതാണ് ഗെയിം. ഒരാൾ നമുക്കവിടെ ട്രൈ ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അയാൾ ഒറ്റ ബോളും ആ പോയിന്റിലേക്ക് കൊള്ളിച്ചില്ല. അപ്പോഴാണ് ഒരു ചേട്ടൻ കറക്റ്റ് പോയിന്റിലേക്ക് ബോൾ കൊള്ളിച്ച് ആ ചേച്ചിമാരെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടത്. അങ്ങനെ കുറച്ച് മുൻപോട്ട് നടന്നപ്പോഴാണ് അവിടെ പ്രായമായ ഒരു സ്ത്രീ എല്ലാം മറന്ന് ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം നേരം അവിടെ നിന്നപ്പോൾ അജിത്തേട്ടനും രാജീവേട്ടനും അതത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവരവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അവരെല്ലാവരും തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. പക്ഷേ ഞാനും ബിന്ദുവും കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ അവിടെ കോർണിഷിലെത്തി. അവിടെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളവിടെ എത്തിപ്പിടിക്കും ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈ, ഇതാരീ സുന്ദരക്കുട്ടൻ. അവിടെ കോർണിഷിൽ സ്ട്രീറ്റ് ഫുഡ്സ് ഒരുപാടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളൊക്കെ ഓരോ ഡിഷ് ട്രൈ ചെയ്ത് നമുക്ക് കാണാമായിരുന്നു. അടുത്ത ഫയർ വർക്ക് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നത്തെ ഫയർ വർക്ക് ഇവിടെ കഴിഞ്ഞെന്നും ഇനി അടുത്ത ഫയർ വർക്ക് നാളെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ നാളെ വരാമെന്നുള്ള പ്ലാനിൽ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു.
ഇവിടെ ലേഡീസിൻ്റെ ഷോ മാത്രമല്ല കേട്ടോ, ബോയ്സിൻ്റെയും ഷോസ് ഉണ്ട്.